ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് കാരമൽ സ്ലൈസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് 3 ലെയറുകളായിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്, ഓവനിലല്ല. അതുകൊണ്ട് തന്നെ ഓവൻ ഇല്ലാത്തവർക്കും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിത് വളരെ സിമ്പിളായിട്ട്, ഓവൻ ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്. പിന്നെ ഓവൻ ഉള്ളവർക്ക് ഓവനിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാനിന്ന് ഓവനിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, അടുപ്പത്ത് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി, ഈ ചോക്ലേറ്റ് കാരമൽ സ്ലൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 125 ഗ്രാം ബട്ടറാണ്. അപ്പോൾ ബട്ടറിൻ്റെ അളവ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് 1/2 കപ്പ് ബദാം പൗഡറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ബദാമാണ്, അതുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബദാം പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതാകുമ്പോൾ നല്ല വൈറ്റ് കളറിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ തൊലിയോട് കൂടിയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ ബദാം പൗഡറിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. അതും നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റിൻ്റെ കൂടെ. അപ്പോൾ ബദാം പൗഡർ ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്യാത്ത ബദാമാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ കയ്യിലില്ലാത്തവർ സാധാരണ ഷുഗർ ചേർത്ത് കൊടുക്കുക, 1/2 കപ്പ് തന്നെ ചേർക്കുക. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗറിൽ ചിലപ്പോൾ കട്ടയുണ്ടാവും, ആ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കട്ടയൊക്കെ മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടറും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യാൻ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ആവണം എന്നുള്ളവർക്ക് ഇത് മിക്സിയിലോ മറ്റോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ മറ്റോ ഇട്ടിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. മുഴുവനും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കുക. അതിന് ശേഷം ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് ബലം കൊടുത്ത് പ്രസ് ചെയ്യണം എന്നില്ല, എല്ലാ ഭാഗത്തും ഇങ്ങനെ അമർന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ പാത്രം. അതായത് ഈ ട്രേ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാൻ മാത്രം വലുപ്പത്തിലുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയ ട്രേ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ മറ്റോ വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മൾ ഈ പാത്രം ചൂടാകുന്നത് വരെ ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഈ ട്രേ വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒരു അല്പസമയം കൂടി നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇതൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഈ ഫസ്റ്റ് ലെയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്, അതായത് മിൽക്ക്മെയ്ഡ്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലി കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയർ നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ട, ചെറിയ ഒരു ലെയർ മതി എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറക്കാം. ഇതിൻ്റെ പകുതി എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ചേർക്കുന്ന മറ്റുള്ള സാധനങ്ങളൊക്കെ അതേപോലെ പകുതി തന്നെ എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയർ കുറച്ചുകൂടി വണ്ണത്തിൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ലെയർ, നേരിയ ലെയർ വേണമെന്നുള്ളവർ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോൾഡൻ സിറപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. ഗോൾഡൻ സിറപ്പ് കയ്യിലില്ലാത്തവർ സാധാരണ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 125 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഈ സോസ് നല്ല കട്ടിയായിട്ട് വരണം, അത്ര വരെ ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക.
തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സോസ് നല്ല തിക്കായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. പാത്രത്തിൽ നിന്നും ഇളകി വരുന്ന ഒരു പരുവത്തിൽ ആയി കിട്ടണം. ഒരു 10 മിനിറ്റ് സമയം മാത്രം മതിയാവും. അപ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡ് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ചിലവില്ലാതെ നമുക്ക് മിൽക്ക് മെയ്ഡ് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇത്രയധികം മിൽക്ക് മെയ്ഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ചിലവായിരിക്കും. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നല്ല ഈസി ആയിട്ട് ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഫസ്റ്റ് ലെയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഈ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ ലെയറും കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. 15 മുതൽ 20 വരെ മിനിറ്റ് സമയം എടുക്കും ഈ രണ്ടാമത്തെ ലെയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ചിലപ്പോൾ വെന്തിട്ടുണ്ടാവും. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. അപ്പോൾ ഏതായാലും ഒരു 15 മിനിറ്റ് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ്, അതായത് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു കത്തി വെച്ചിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കത്തിയുടെ അറ്റം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റാം. ഇത് പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ട്രേയോട് കൂടിയിട്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിൽ നിന്നും ഇളക്കിയെടുക്കണ്ട. അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ ലെയർ റെഡിയാക്കാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ലെയറാണ്. ഇത് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടൂ, വേറെ പണിയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ്. ഡാർക്ക് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം, ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ബട്ടറോ മറ്റോ ചേർക്കാം. അതിനുശേഷം ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ചോക്ലേറ്റ് മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 1/2 മിനിറ്റൊക്കെ സമയം മാത്രം മതിയാവും. അപ്പോൾ ഇതിപ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തിട്ട് തണുക്കാൻ വെച്ച ഈ സ്വീറ്റ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ മെൽറ്റ് ചെയ്ത ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നിരത്തി കൊടുക്കുക. ചോക്ലേറ്റ് നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ലെയർ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചോക്ലേറ്റ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഒരു നേരിയ ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ കൂടുതൽ ചോക്ലേറ്റിൻ്റെ ലെയർ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചോക്ലേറ്റ് ഉപയോഗിച്ചാൽ മതി. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഒരേപോലെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുറത്ത് വെച്ചാൽ തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചോക്ലേറ്റ് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് ഏതായാലും പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കാരമൽ സ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയിൽ നിന്നും ഇതൊന്ന് ഇളക്കിയെടുക്കണം. ആദ്യം കത്തി കൊണ്ട് ഇതുപോലെ എല്ലാ വശവും ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് കാരമൽ സ്ലൈസ് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിൽ വെച്ചിട്ട് ഇതിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. നാല് വശത്തുനിന്നും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കാരമൽ സ്ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ് ഇതിന്. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അധികം ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡിനാണ് കുറച്ചധികം ചിലവ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്